ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ശക്തിയുടെ ഒരു 2.1 ക്ലാസ് എ ബി ആംപ്ലിഫയർ ആണ്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെക്ഷനായിട്ട് ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഊഫറിന് വേണ്ടിയിട്ടുമാണ്. ഒരു 150 വാട്ട്സ് സബ് ഊഫറിന് എടുക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സർക്യൂട്ട് അവരിവിടെ ചെയ്തിട്ടുള്ളത്. എനിക്കൊന്ന് സർക്യൂട്ട് കണ്ടിട്ട് വീഡിയോ റോക്കോളെ ആണെന്നാണ് തോന്നുന്നത് സർക്യൂട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ സർക്യൂട്ട് അവരിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് 4 ട്രാൻസിസ്റ്റേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് TIP ആണ്. TIP 36ഉം TIP 35ഉം വെച്ചിട്ടുള്ളൊരു സർക്യൂട്ടിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു എന്തായാലും 50 വാട്ട്സിന് മുകളിൽ പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു 150 വാട്ട്സിന് മുകളിൽ 150 വാട്ട്സ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. 12 ഇഞ്ചോ നിങ്ങൾക്ക് 12 ഇഞ്ച് 8 ഇഞ്ച് 10 ഇഞ്ചൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത്യാവശ്യം ഓട്ടോറിക്ഷയിലും കാറിലും ബസ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. അവരത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ശക്തി ഈ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. ഇതിന് മുമ്പേ ഈ പ്രോഡക്റ്റ് പഴയ പ്രോഡക്റ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ ആ വീഡിയോ ഇട്ട സമയത്ത്, ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട സമയത്ത് ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ പേര് എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിങ് ഒരു പ്രശ്നമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് കറക്റ്റായിട്ട് അതൊന്ന് കൊടുത്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു സൈഡിൽ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ കാര്യം, പിന്നെ ഈ ഒരു കോമ്പാക്റ്റായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടെ ആണത്. അപ്പോൾ അതിൻ്റെ വയറിങ് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് ആണെന്നുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വരേണ്ട ഇൻപുട്ടാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻപുട്ടെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മളതിൻ്റെ പുറകെ സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് കൊടുക്കാനുള്ള ഈ 2 പോയിന്റിലുമാണ്. തിരിച്ചു നോക്കിയിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന റെസിസ്റ്റർ വഴിയാണ് അത് ഓഡിയോ കയറി ഇറങ്ങി പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കാനായിട്ടുള്ളത്. ഇൻപുട്ട് കൊടുക്കേണ്ടത് ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് കണ്ടില്ലേ, ഇവിടെ ഒരു 5 വോൾട്ട് റെഗുലേറ്റർ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 5 വോൾട്ട് ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് USB വേണമെങ്കിൽ അത് എടുക്കാം. അതിന് വേണ്ടി ഒരു പോയിന്റ് അവരിവിടെ വിട്ടിട്ടുണ്ട്. 5 വോൾട്ടും ഗ്രൗണ്ട് കണ്ടില്ലേ. ഇവിടെ നമുക്ക് USB വേണമെങ്കിൽ ഒരു കണക്ഷൻ എടുക്കുന്ന രീതിയിൽ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ USBയുടെ ഓഡിയോ സിഗ്നൽസ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. പിന്നെ ബാസ് ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ അവർ കണ്ടില്ലേ. 2 ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് ബാസ് ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 പോയിൻറ്റിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഭാഗത്തും ഈ ഭാഗത്തും 2 പോയിൻ്റ് അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാസ് ട്രിബിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു ട്രാൻസിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബാസ് ട്രിബിളാണ് ഇതിനകത്ത് അവർ ചെയ്തിട്ടുള്ളത്. ആ ബാസ് ട്രിബിൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെയാണ്. കണ്ടില്ലേ, ഈ ലെഫ്റ്റ് റൈറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ലെഫ്റ്റ് ഔട്ട്പുട്ട്, റൈറ്റ് ഔട്ട്പുട്ട്, ബാസ് ട്രിബിൾ കൊടുക്കുന്ന ഓഡിയോ സിഗ്നൽ ബാസ് ട്രിബിൾ വരുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അവിടെ നിന്ന് നമുക്ക് ഒരു ഓളിയം കൺട്രോൾ വച്ചിട്ട്, ഓളിയം കൺട്രോൾ അവിടെ നിന്ന് 2 വയർ ഷീൽഡ് വയർ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓളിയം കൺട്രോൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ഓളിയം കൺട്രോൾ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോർഡ് ഇൻപുട്ട് കണ്ടില്ല, ഇവിടെ അടിയിൽ ഇവിടെ ഇൻപുട്ട് എന്നൊന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ഇവിടെയും ഇൻപുട്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓളിയം കൺട്രോൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഓഡിയോ സിഗ്നൽ ലെഫ്റ്റിനും റൈറ്റിനും ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബോർഡ് കണക്ഷൻ കൊടുത്തിട്ട് ഓൺ ആയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അവരൊരു ഓപ്ഷൻ, അതായത് സ്വിച്ച് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു SW എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് എന്നാണ് അവരത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വിച്ച് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാം എങ്കിൽ മാത്രമായിരിക്കും ഈ ബോർഡ് ഓൺ ആവുന്നത്. അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ചെറിയൊരു കമ്പി വെച്ചിട്ട്, ചെമ്പ് കമ്പി വച്ചിട്ട് നിങ്ങൾക്ക് അവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ജമ്പ് ചെയ്ത് വിടണം. സ്വിച്ചിന് ജമ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺ ആവും. കാര്യം ഇത് വാഹനങ്ങളിലോ വണ്ടിയിലോ ബസ്സിലോ ഒക്കെ വയ്ക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സ്വിച്ച് എന്നൊരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെയാണ് സ്വിച്ചിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. പിന്നെ ഓഡിയോ സിഗ്നൽ ഞാൻ പറഞ്ഞു, ലെഫ്റ്റ് റൈറ്റിന് ഓഡിയോ സിഗ്നൽ കൊടുക്കുന്ന ഭാഗം ഇവിടെയാണ് വരുന്നത്. രണ്ടും ഇവിടെ ഇന്നെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പീക്കർ ഔട്ട്പുട്ടിന് SP എന്ന് കൊടുത്തിരിക്കുന്നതാണ്. സ്പീക്കർ ലെഫ്റ്റിനും SB എന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം സ്പീക്കർ റൈറ്റിനും വേണ്ടി എടുക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ മെനക്കേടാണ് എന്നുള്ളതാണ്. അത് ഈ ഒരു ബോർഡിൻ്റെ കുറവായിട്ട് നമുക്ക് പറയാം.
പക്ഷെ നല്ല ഓഡിയോ പെർഫോമൻസ്, ഓഡിയോ ക്ലാരിറ്റിയും നല്ല പെർഫോമൻസും ഉള്ള ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. വാങ്ങി ഉപയോഗിച്ച ആൾക്കാർ പ്രത്യേകം അത് പറയുന്നുണ്ട്. നല്ല ഓഡിയോ ക്വാളിറ്റിയും സബ് വൂഫറിൻ്റെ സൈഡിൽ നിന്ന് നല്ല വർക്കിങ്ങും കിട്ടുന്നു എന്നുള്ളത് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഒരു സാധനം 12 വോൾട്ടിലും 24 വോൾട്ടിലും വരുന്നുണ്ട്. കാര്യം ചില ലോറിക്കോ ബസ്സിനൊക്കെ 24 വോൾട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് 24 വോൾട്ടിൽ വരുന്നത്. ഇതിപ്പോൾ 12 വോൾട്ടിലാണ് വരുന്നത്. വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആംബിയറുള്ള ബാറ്ററി നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആംബിയറുള്ള പവർ സപ്ലൈ. കാറിലോ ഓട്ടോറിക്ഷയിലോ ബസ്സിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ആംബിയറുള്ള ബാറ്ററിയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു വിഷയം വരാനായിട്ടില്ല. മറ്റേത് നമ്മൾ ആംബിയർ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ട് കേൾക്കുന്ന വർക്കാവും, പക്ഷെ വിട്ട് കേൾക്കും. നമ്മൾ ഓഡിയോ കൊടുക്കുന്നതിനനുസരിച്ച് വിട്ട് കേൾക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഇതുണ്ട് സ്പീക്കർ ഔട്ട്പുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഇവിടെ ഒരു റെസിസ്റ്റർ, വലിയ റെസിസ്റ്റർ കിടപ്പുണ്ട്. 2 വാട്ടിൻ്റെ റെസിസ്റ്റേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കും. കാര്യം ഈ ഒരു ട്രാൻസിസ്റ്ററിൽ നിന്ന് ഔട്ട് അതുവഴിയാണ് ഇറങ്ങി വരുന്നത്. അപ്പം അത് വെച്ച് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ അവിടെ സ്പീക്കർ എസ് പി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ എവിടെയാണ് കൊടുക്കാനുള്ളത്. പിന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അവർ മാർക്ക് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഗ്രൗണ്ട് ലൈന് കണ്ടുപിടിച്ച് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ ഇവിടെ ഓരോ ഡോട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഇൻപുട്ട് ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ അവിടെ വിട്ടിട്ടുള്ളത്. അപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പുറത്ത്. പിന്നെ ഇവിടെ ഒരു 15 വോൾട്ടിൻ്റെയും 5 വോൾട്ടിൻ്റെയും 2 റെഗുലേറ്ററുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ പുറത്ത് ബാക്ക് സൈഡിൽ നിന്ന് എടുത്ത് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് റെഗുലേറ്റർ IC യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ USB-ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൈ വോൾട്ടിനെ 15 വോൾട്ടാക്കി, ആ 15 വോൾട്ടിന് 5 വോൾട്ടാക്കിയിട്ടാണ് അവരവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തുള്ള ഫിൽറ്ററൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ 15 വോൾട്ട് അവർ എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് ഈ ഹൈ വോൾട്ടിന് 5 വോൾട്ടിലോട്ട് കുറച്ച് കഴിഞ്ഞാൽ റെഗുലേറ്റർ IC നല്ല രീതിയിൽ ഹീറ്റ് ആവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ പണി ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 15 വോൾട്ട് വച്ചിട്ട് പിന്നെ അതിന് 5 വോൾട്ടിലോട്ട് റെഗുലേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. അല്ലേ, കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഹൈ വോൾട്ടായിരിക്കും അവിടെ വരുന്നത്. ജസ്റ്റ് റെസിസ്റ്റർ വെച്ച് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. എന്നാലും അവർ സ്പെഷ്യലി റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 റെഗുലേറ്റർ ICയും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രോഡക്റ്റിന് പിന്നെ 2 ഹെവി ഹീറ്റ് സിങ്കും കൊടുത്തിട്ടുണ്ട്. കാര്യം നല്ല രീതിയിൽ വർക്കാവുന്ന സമയത്ത് നല്ല രീതിയിൽ അത് ഹീറ്റ് ആവും. അതുകൊണ്ട് തന്നെ നല്ല ഹീറ്റ് സിങ്ക് കൊടുക്കും. പിന്നെ ഈ ശക്തിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർക്യൂട്ടൊക്കെ വളരെ കംപ്ലൈൻറ്റ് കുറവാണ്. അവർ അങ്ങനത്തെ സർക്യൂട്ടുള്ള പ്രത്യേകിച്ച് വീഡിയോ റോക്കോളോ പോലുള്ള സർക്യൂട്ട് കംപ്ലൈൻറ്റും കുറവാണ്. അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടും. കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രശ്നം പരിഹരിക്കാനും പറ്റും. കമ്പോണൻസൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള കമ്പോണൻസൊക്കെ തന്നെയാണ് ഈ വീഡിയോ റോക്കോളോ സർക്യൂട്ടിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ഈ ഒരു സബ് വൂഫറിൻ്റെ സെക്ഷൻ കണ്ടിട്ട് വീഡിയോ റോക്കോളോ പോലെയാണ് തോന്നുന്നത്. ചിലപ്പോൾ വേറെ സർക്യൂട്ട് ആയിരിക്കാം, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. ശക്തിയുടെ വീഡിയോ റോക്കോളോ സർക്യൂട്ടുകൾ അവർക്ക് വരുന്നുണ്ട്. പിന്നെ ഇരോഷി ശക്തിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇരോഷിയുടെ സബ് വൂഫർ ബോർഡ് 400 വാട്ട്സിൻ്റെയും പിന്നെ 800 അങ്ങനെ ഏതോ ഒരു 16 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡ് അവരെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് ഹിരോഷിയുടെ സർക്യൂട്ടിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കണ്ടിട്ട് വീഡിയോ റോക്കോളോ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് സർക്യൂട്ടെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത് 3300 UF 50 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ സാംവയാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പ്രാവശ്യം വന്നത് സീൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അത് ഏത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല. സാധാരണ സാമയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു ഫിൽട്രേഷൻ കപ്പാസിറ്ററിന് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ട്രാൻസ്ഫോമർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ചിലതിൽ അവരിവിടെ ഇങ്ങനെ ഒരു ചുറ്റിലൊരു നീല കളർ പച്ച കളറിൽ വരുന്ന ഒരു പേപ്പർ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ പേപ്പറിൽ ആ ഒരു ചുറ്റുന്ന സംഭവം, അതിൻ്റെ പേരെനിക്കറിയില്ല, അതുകൊണ്ടാണ് സോറി. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ രോഹിണി ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നത് ആംബിയർ കൂടുതൽ കൊടുക്കുക, ആംബിയർ കൂട്ടി കൊടുക്കുക. നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ചില ആൾക്കാർ ഈ 12 വോൾട്ടിൻ്റെ 40 ആംബിയറിൻ്റെയൊക്കെ SMBs LED ഡ്രൈവറൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നോയ്സ് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് LED ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഫിൽട്രേഷൻ ചിലപ്പോൾ പക്ക ആവണമെന്നില്ല. കൊടുത്തു നോക്കുക, നിങ്ങൾക്കത് വർക്കിംഗ് ആയിരിക്കും. വർക്കാവാതിരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. ചിലപ്പോൾ ചെറിയൊരു നോയ്സ് വരാനുള്ളത് സാധ്യതയുണ്ട്. ഗ്രൗണ്ടിങ് ഒക്കെ പക്കയായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറണം.
ബാറ്ററിയിലാണെങ്കിൽ ഒരു നോയ്സും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും സാധനം. നല്ല ആംബിയർ നിങ്ങൾ കൊടുക്കുക, അത് മാത്രമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡ് എനിക്കിഷ്ടപ്പെട്ടു. നല്ല PCB ആണ്, അടിപൊളി ശക്തിയുടെ PCB, അടിപൊളി നല്ല കിടിലൻ ഗ്ലാസ് എപ്പോക്സി PCBയിലാണ് അവർ ചെയ്യുന്നത്. ആ ഒരു PCB നല്ല ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കംപ്ലൈൻറ്റ് വളരെ കുറവാണ് ശക്തിയുടെ ബോർഡുകൾക്ക്. അപ്പോൾ ഓക്കെ, ഇത്രയും തന്നെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.